ഹേ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്താ ഉണ്ടാക്കുന്നതെന്നല്ലേ, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ആദ്യം തന്നെ അത് പറയാം. അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങായും പയറും കൂടെ ഒരു കറിയാണ്. പയറെന്ന് പറയുമ്പോൾ വൻപയറാണ് കേട്ടോ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ മത്തയിൽ ആദ്യമായിട്ടുണ്ടായ മത്തങ്ങ ഇന്ന് ഞാൻ വിളവെടുക്കാൻ പോവാണ് ഗെയ്സ്. എല്ലാവരും കൈയടിക്കൂ, എല്ലാവരും കൈയടിക്കൂ. ഇതാണ് നമ്മുടെ മത്തങ്ങ. അപ്പം നമുക്ക് കറി വെക്കാവേ മത്തങ്ങയെ. ദേ ഒരു കുഞ്ഞമത്തങ്ങായും കൂടെ കിടപ്പുണ്ട് കേട്ടോ. അതിലെന്തോ ചെറിയൊരു വണ്ട് കുത്തിയ പോലൊരു ഇത് കിടപ്പുണ്ട്. അപ്പം നമ്മൾ ഈ വേലിയിലോട്ട് കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് തോരൻ വെക്കണമെന്ന് തോന്നുമ്പോൾ നമ്മൾ മത്തയില വന്ന് ഞുള്ളിക്കൊണ്ട് പോകാറുണ്ട് തോരൻ വെക്കാനായിട്ട്. ആഴ്ചയിലൊന്നെങ്കിലും നമ്മൾ മത്തയില തോരൻ വെക്കാറുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മത്തങ്ങ പറിച്ചെടുത്തിട്ടുണ്ട്. നമ്മളുടെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന സാധനമൊക്കെ പറിച്ചെടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അമ്മ കുഴിച്ച് വെച്ചതാണ് കേട്ടോ, ഞാനാണ് വിളവെടുത്തത്. അപ്പോൾ അതാണ്ട് മത്തങ്ങായും കൊണ്ട് അങ്ങ് ഹാപ്പി ആയിട്ട് പോവുകയാണ്. ഇനി നമുക്ക് കറി വെക്കണം. അവിടെയൊക്കെ വെയിലുണ്ടോ, നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ വെയിലുണ്ടോ എന്ന് പറയണേ. ഇവിടെ ഭയങ്കര വെയിലാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ അത് ആ മണ്ണിൽ മുട്ടിക്കിടന്ന ആ ഭാഗം നന്നായിട്ടൊന്ന് പഴുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ചീഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. കറക്റ്റ് പാകമായിട്ടുണ്ടായിരുന്നു. നല്ല വിളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതേണ്ടേ നമ്മൾ ഇത് നമ്മുടെ കറിക്കായിട്ട് മുറിച്ചെടുക്കുവാണ് കേട്ടോ. ആവശ്യത്തിന് മുറിച്ചെടുക്കാൻ ഞാൻ ഇത് 2 പീസാക്കി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് 2ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ അതിൽ നിന്ന് എടുക്കുന്നത്. അതേണ്ടേ ഇതുപോലെ നമുക്ക് നമ്മുടെ മത്തങ്ങ ഒന്ന് വേഗം തന്നെ മുറിച്ചെടുക്കാവേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ നമ്മുടെ മത്തങ്ങ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ വീട്ടിലും ഇതുപോലൊക്കെ കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഇതാണ്ടേ നമ്മുടെ മത്തങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കറിക്കായിട്ടുള്ള ഒരാവശ്യത്തിനുള്ള പീസ് ഞാൻ ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ തോട് ഭയങ്കര കട്ടിയാണ് കേട്ടോ. അങ്ങോട്ട് മുറിഞ്ഞു വരുന്നേ ഇല്ലായിരുന്നു. പിന്നെ മുറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഇനി എൻ്റെ കത്തിക്ക് മൂർച്ച ഒരുപാട് കൂടിയത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. കത്തിച്ചിരി മൂർച്ചയുള്ളായിരുന്നു കേട്ടോ, ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും. എന്നിട്ട് വേണ്ട മത്തങ്ങ ഇതുപോലെ എടുത്തിട്ട് ചെത്താൻ പാകത്തിനായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളയാം. അപ്പോൾ ഈ തൊലി ഞാനിങ്ങനെ ചെത്തിക്കൊണ്ടിരുന്നപ്പോൾ അമ്മേനോട് പറഞ്ഞു, ഇതിൻ്റെ തൊലി തോരൻ വെക്കണം, നല്ല ടേസ്റ്റാണ്, നീ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്കൊരു ദിവസം വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെയും വീഡിയോ പുറകെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ്ട് നമുക്ക് ഈ മത്തങ്ങ നന്നായിട്ടൊന്ന് തൊലിയൊക്കെ ചെത്തി ഒന്ന് കറിക്ക് പാകത്തിന് ഒന്ന് അരിഞ്ഞൊക്കെ എടുക്കാവേ. ആദ്യം തന്നെ അതാണ്ട് തൊലിയൊക്കെ ചെത്തി അകത്തെ അതിൻ്റെ ആ കുരുവില്ലേ അതൊക്കെ ഒന്ന് നമുക്ക് കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ നമ്മുടെ മത്തങ്ങയുടെ തൊലിയൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നീളത്തിൽ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അത് കുനുകുനോന്നാക്കി എടുക്കണം കേട്ടോ. ഒത്തിരി വലുതായിട്ട് അരിയാൻ പാടില്ല. ഒരു മീഡിയം സൈസിൽ നമ്മൾ ഈ സാമ്പാറിനൊക്കെ അരിയത്തില്ലേ ആ ഒരു ഇതിൽ വലിപ്പത്തിൽ നമ്മൾ ഈ മത്തങ്ങ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. നല്ല കറിയാണ് കേട്ടോ. കുഞ്ഞായിക്ക് ഞാൻ വെക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള കറി എന്ന് പറഞ്ഞാൽ അത് മത്തങ്ങായും പയറുമാണ്. എന്നോട് പറയും കേട്ടോ, അന്ന് മത്തങ്ങായും പയറും വെക്കുന്ന അന്ന് അവൻ പറയായി നല്ല കറി അച്ഛ ഇന്ന് അമ്മ ഉണ്ടാക്കിയെന്ന് പറയുവേ. അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മത്തങ്ങ വേണ്ടതേ ഞാൻ കുഞ്ഞായിക്ക് ഇഷ്ടമാണ് ഉണ്ടാക്കണമെന്നും പറഞ്ഞുകൊണ്ട് അത് നമ്മൾ വണ്ടൊന്നും കുത്താതെ ഓരോ ദിവസവും നോക്കി നോക്കി ഇരുന്നുണ്ടായതാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ ഞാൻ മത്തങ്ങയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ വൻപയർ കുറച്ച് കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കഴുകി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വേഗം ഉണ്ടാക്കാനായിട്ട് കുക്കറിലോട്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പം പയറിൻ്റെ അകത്തുനിന്ന് ഒരു കല്ല് കിട്ടിയതാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. പയർ ഇടഞ്ഞു വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞ് പയർ മുങ്ങിക്കിടക്കുന്ന അത്രയും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-10 ചുവന്നുള്ളി 2ആയിട്ട് മുറിച്ചതും അതുപോലെ തന്നെ ഒരു പച്ചമുളകും, ഒരു അത്യാവശ്യം മുഴുത്തൊരു പച്ചമുളകാണ് കേട്ടോ. അതും കൂടി നമ്മൾ 4 പീസാക്കി ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ഈ പയറൊന്ന് പാതി വേവാക്കി ഒന്ന് എടുക്കാവേ. അപ്പോഴത്തേക്ക് ഞാൻ ആ പയറൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് അടുപ്പയിൽ. അതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു തേങ്ങയുടെ പാതിയാണ് ഞാൻ തിരുമ്മി എടുത്തേക്കുന്നത്. അതും
ചെറുജീരകവും വെളുത്തുള്ളിയും ചേർത്താണ് കേട്ടോ നമ്മൾ അരയ്ക്കുന്നത്. പിന്നെ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെന്തുവാ, വെളുത്തുള്ളി ഞാൻ ഒരു വെളുത്തുള്ളിയാണ് കേട്ടോ 4 പീസാക്കിയിട്ടേക്കുന്നത്. അത്യാവശ്യം മുഴുത്ത വെളുത്തുള്ളിയായിരുന്നു. ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ 2 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. ഈ പയർ ഇച്ചിരി ഗ്യാസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പയറും ചുവന്നുള്ളിയും പച്ചമുളകൊക്കെ പാതി വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മത്തങ്ങ കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മത്തങ്ങ കഴുകിയതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനാവശ്യം മത്തങ്ങയും കൂടെ വെന്ത് ബാക്കിയുള്ള പയറും കൂടെ വേവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതും കൂടി വേണ്ട ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാവേ. അതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതെ ഞാൻ ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ എടുത്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല നാടൻ കറിവേപ്പില, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കറിവേപ്പിലയാണ്. എന്നിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള കറിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പയർ ഒരു 2-3 മണിക്കൂർ മുന്നേ തന്നെ കുതിരാനിടുവാണെങ്കിൽ നമുക്ക് പയർ പെട്ടെന്ന് വെന്ത് കിട്ടാനും സഹായിക്കുവേ. അതുകൊണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇനി മത്തങ്ങയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് ആദ്യം തന്നെ എല്ലാവരും ഈ കറിയൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അതാ നമ്മുടെ പയറും മത്തങ്ങയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മത്തങ്ങ ചിലതൊക്കെ നന്നായിട്ട് വെന്തങ്ങ് പോയി കേട്ടോ. എന്നിട്ട് ചിലതൊക്കെ ഒരിതി കിടപ്പുണ്ട്. അതാണ് പറയുന്നത് ഒരേ വലുപ്പത്തിൽ അരിയണമെന്ന് പറയുന്നത്. അപ്പോൾ വേണ്ടേ നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അരച്ചെടുത്ത് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. നല്ല കുഴമ്പ് പോലെ നമ്മുടെ അരപ്പ് അരഞ്ഞു കിട്ടണം. ചതച്ചെടുക്കാൻ പാടില്ല കേട്ടോ. അത്യാവശ്യം വെള്ളവും ഒഴിച്ച് നമ്മുടെ അരപ്പ് നല്ലതായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ ഈ പച്ചമുളകിന് പകരം നമ്മൾ ഈ അരപ്പ് അരക്കുകയല്ലേ, ആ സമയത്ത് കാന്താരി ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കുവേ. പിന്നെ നമ്മുടെ അരപ്പ് അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകിയുള്ള ആ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിനി കടുക് താളിക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് എന്തേരം എണ്ണയാണ് ചേർക്കുന്നതെന്ന്. അതിനാണ് നമ്മൾ തേങ്ങായും കൂടെ കുറച്ച് വറുത്ത് ഈ കറിക്കകത്തോട്ട് ഇടുന്നുണ്ട്. അപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നത്. അതിന് വേണ്ടിയാണ് കേട്ടോ ഇച്ചിരി കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുത്തത്. പിന്നെ ഇപ്പം ഞാൻ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ഇതിലേക്ക് ചുവന്നുള്ളി ഒരു 3-4 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞതും ഒരു വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. അതിന് ശേഷം നമുക്ക് ഞാൻ ഒരു 3 സ്പൂൺ തേങ്ങ, നമ്മൾ ആദ്യം തേങ്ങ അരപ്പിനായിട്ട് എടുത്തായിരുന്നല്ലോ, ആ സമയത്ത് ഞാനൊരു 3 സ്പൂൺ തേങ്ങ എടുത്ത് തിരുമ്മിയത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മൊരിയിച്ചെടുക്കണം. അപ്പം നമ്മുടെ തേങ്ങയ്ക്കൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ. ഇപ്പം തന്നെ നല്ല മണമാണ് കേട്ടോ. അയലോക്കംകാർക്കൊക്കെ നല്ല മണം വന്നു കാണും. ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇതങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങായും പയറും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത്. പിന്നെ ഈ കറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് പ്ലീസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.